അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 20ാമത്തെ ഭാഗമാണ് നിങ്ങളിലെ കൈകളിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ 1 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളും ക്രമമായി പലതവണ കേട്ട് വളരെ പ്രധാനപ്പെട്ട അറിവുകൾ അതിലുണ്ട്, അത് മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാത്തിഹയുടെ ആദ്യത്തിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥവും ബിസ്മിയുടെ മഹത്വവുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആകെ ഇറക്കിയിട്ടുള്ളത് 100 ഏടുകളും 4 കിതാബുകളും. ശൈഖ് നബി അലൈഹിസ്സലാമിന് 60 ഏടുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 30 ഏടുകളും മൂസാ നബി അലൈഹിസ്സലാമിന് 10 ഏടുകളും, അങ്ങനെ 100 ഏടുകളും തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഫുർഖാനുൽ അദീം എന്നീ 4 കിതാബുകളുമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇറക്കിയിട്ടുള്ള മുഴുവൻ ഏടുകളിലും കിതാബുകളിലുമുള്ള മുഴുവൻ അർത്ഥങ്ങളും പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ മുഴുവനും അർത്ഥവും ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹയുടെ മുഴുവൻ അർത്ഥവും ബിസ്മിയിലുണ്ട്. ബിസ്മിയുടെ മുഴുവൻ അർത്ഥവും അതിന്റെ ബായിൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അപ്പോൾ വളരെയധികം മഹത്വമുള്ള ഒന്നാണ് ബിസ്മി. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് ഞാൻ കേട്ടു. ലികുല്ലി ഷൈഇൻ അസാസുൻ വഅസാസുൽ ഖുർആനി അൽ ഫാത്തിഹത്തു വഅസാസുൽ ഫാത്തിഹത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ വസ്തുക്കൾക്കും ഒരു അസാസുണ്ട്, അടിത്തറയുണ്ട്. എന്നാൽ ഖുർആനിന്റെ അസാസ് ഫാത്തിഹയാണ്. ഫാത്തിഹയുടെ അസാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. മിനൽ ഇലലി, നിനക്ക് വേദനകൾ കാരണം വേദന സംബന്ധമായ എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ ഫഅലൈക ബിൽ അസാസ്, ബിസ്മിയെ നീ വർദ്ധിപ്പിച്ചോ, അതുകൊണ്ട് നീ മന്ത്രിച്ചോ. എന്നാൽ തസ്ബീഹ് അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ട് അത് സുഖമാകും. ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ ബൂനി റഹ്മഹുല്ലാഹ് എന്നവർ ലതായിഫുൽ ഇശാറാത്ത് എന്ന കിതാബിൽ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് എല്ലാ ലോകങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ മൻ അക്സറ മിൻ ദിക്രിഹ, അതിനെ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ റസഖഹുല്ലാഹുൽ ഹൈബത ഇൻദൽ അവാലിമിൽ ഉൽവി വസ്സുഫ്ലി, എല്ലാ ലോകത്തിലും അവനിക്ക് ഒരു ഹൈബത്തിന് നൽകപ്പെടും, ഒരു ഭയത്തിനെ, ഒരു പേടിയെ. ആ ബിസ്മിയിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളെ ഒരാൾ അറിഞ്ഞാൽ, അതിനെ ഒരാള് എഴുതി വെക്കുകയും ചെയ്താൽ തീ കൊണ്ട് ഒരിക്കലും അവൻ കരിഞ്ഞു പോവുകയില്ല. മാത്രമല്ല കിതാബിൽ കാണാം,
വഅലം അന്ന ലില്ലാഹി തആല തീർച്ചയായും അല്ലാഹുവിനിക്കുണ്ട് 3000 പേരുകൾ അല്ലാഹുവിനിക്കുണ്ട്. അതിൽ നിന്ന് 1000 പേരുകളും മലക്കുകൾക്ക് മാത്രമാണ് അറിയുക. 1000 പേരുകൾ അമ്പിയാക്കൾക്ക് മാത്രവുമാണ് അറിയുക. 300 പേരുകൾ അല്ലാഹുവിന്റെ 300 പേരുകൾ തൗറാത്തിലും 300 പേരുകൾ ഇൻജീലിലും 300 പേരുകൾ സബൂറിലും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 2900 പേരുകളായി. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ 999 പേരുകളും ഉണ്ട്. 2999 പേരായി. അള്ളാഹുവിനിക്ക് 3000 പേരുകളുണ്ട്. ഓ ആഹിദുൻ എന്നാൽ ഒരു പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ടവരെ അതുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്ക് മാത്രമാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക. ഈ 3000 പേരുകളുടെയും അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരാൾ അറിയുകയും അതിനെ അവൻ പറയുകയും ഈ അറിഞ്ഞുകൊണ്ട് പറയുകയും ചെയ്താൽ ഫകഅന്നമാ സകറല്ലാഹ തആല ബികുല്ലി അസ്മാഇ, അല്ലാഹുവിന്റെ 3000 പേരുകൊണ്ട് അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലിയവനെ പോലെയായി അവൻ എന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ബിസ്മിയുടെ രഹസ്യമാണ്. ബിസ്മി ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വർദ്ധിപ്പിച്ചൊരാളെ ചൊല്ലിയാൽ ആവശ്യം അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന് കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് 21 പ്രാവശ്യം ഒരാൾ ബിസ്മി ചൊല്ലിക്കൊണ്ടുറങ്ങിയാൽ ആമിന ഫീ തിൽകൽ ലൈലത്തി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താനെ തൊട്ട് ആ രാത്രിയിൽ അവനിക്ക് നിർഭയത്വമുണ്ടാകും. വമിൻ ശർരിൽ ഇൻസി വൽ ജിന്നി, ജിൻസിന്റെയും ജിന്നിന്റെയും എല്ലാം ശർറിൽ നിന്ന് നിർഭയത്വമുണ്ടാകും. വശരിഖത്തി വൽ ഹരീഖ്, അതുപോലെ കളവിൽ നിന്ന് തീ കത്തിപ്പിടിക്കുന്നതിൽ നിന്ന്. വമിൻ മൗത്തിൽ ഫുജ്അത്തി, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അവന് രക്ഷയുണ്ടാകും. വയദ്ഫഉ അൻഹു കുല്ല ബലാഇൻ വആഫ, എല്ലാ ബലാഇനെയും ആഫത്തിനെയും 21 തവണ ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ തൊട്ട് ആ ബിസ്മി തടയും. മാത്രമല്ല കിതാബിൽ കാണാം മൻ ഖറഅഹ 41 മറ, 41 പ്രാവശ്യം ബിസ്മി ഒരാൾ ഓതിയാൽ അലാ ഉദ്നി മജ്നൂനിൻ ഔ മസ്ഊഇൻ, ഭ്രാന്തന്റെയോ അപസ്മാരം ബാധിച്ചു കിടക്കുന്നവന്റെയോ ചെവിയിൽ അവന്റെ ബുദ്ധി തിരിച്ചു വരും. മാത്രമല്ല അക്രമിയായ ഒരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് 50 പ്രാവശ്യം ബിസ്മി ചൊല്ലിയാൽ അവന്റെ അക്രമത്തിൽ നിന്ന് അവൻ പിന്തിരിയും, നമുക്ക് രക്ഷ കിട്ടും. ഓതിയ ആളോട് അവനിക്കൊരു ഭയം അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. 71 പ്രാവശ്യം ബിസ്മി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കും എന്നാണ്. ആരെങ്കിലും 100 പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് 7 ദിവസം ബിസ്മി ഓതിക്കൊണ്ട് തുടരെ മന്ത്രിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനയെ അവനിൽ നിന്ന് നീക്കുമെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം മഹത്വമുള്ള വലിയ പുണ്യമുള്ളതാണ് ബിസ്മി തന്നെ. ഫാത്തിഹ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നിസ്കാരത്തിൽ ആണ് നാം ഉള്ളത്, അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത 21ാമത്തെ ഭാഗത്തിൽ ഫാത്തിഹയുടെ മറ്റുള്ള ആയത്തുകളുടെ അർത്ഥം വിവരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം ആളുകളുണ്ട്. പല ഉദ്ദേശങ്ങൾ വെച്ച് അവര് പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പരീക്ഷണങ്ങളുള്ളവർ അവരിലുണ്ട്.
ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, മറ്റ് ബന്ധപ്പെട്ടവർ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കുകയും അവരുടെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.